പറയില്ല അമ്മായിമ്മ ഭയങ്കര ചൊറിച്ചിലാന്ന് പറയും. പക്ഷെ ആ ചൊറിച്ചിൽ വരുന്നത് മരുമോൾക്കാണ്. അതായത് നമുക്ക് സൈക്കോളജിക്കൽ ഒരു ഇച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഉണ്ട്. അടി ഇടി പോര് പോര് മരുമകൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ആ കാര്യം അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോരാൻ പറ്റുന്നില്ല. ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പോസിറ്റീവ് രീതിയിലല്ല, നെഗറ്റീവ് രീതിയിൽ മനസ്സത് സൈക്കോളജിക്കലിൽ നിന്ന് മാറ്റി സൊമാറ്റിക് ആയിട്ട് മാറ്റും. കണ്ണ് കാണാണ്ടാവാം. അപ്പൊ അത്ര എക്സ്ട്രീം വരെ പോവാം. ഡോക്ടർ ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ്, പുള്ളിക്കാരൻ്റെ വൈഫിന് ഇങ്ങനെ ചെറിയ എന്തോ തടിപ്പൂലൊക്കെ വരുന്നു, അപ്പോൾ ഇച്ചിങ്ങും പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഒരു പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ഇത് അമ്മായിയമ്മയായിട്ടൊക്കെ ഉള്ളൊരു പ്രശ്നത്തിൻ്റെ എന്തോ ഒരു സംഭവമാണ്, അതായത് സൈക്കോളജിക്കലാണ്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ പക്ക വിയേർഡായിട്ട് തോന്നി, അങ്ങനെ എന്ത് സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സാധ്യത ഉണ്ടോ, എന്താണ്? അതായത് നമുക്ക് സൈക്കോളജിക്കൽ ഒരു ഇച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഉണ്ട്. അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൂടുതലും ഈ ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും പ്രശ്നങ്ങളും അടി ഇടി പോര് മരുമകൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ആ കാര്യം അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോരാൻ പറ്റുന്നില്ല. നമ്മളൊരു ലേൺഡ് ഹെൽപ്ലെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, പെട്ടുപോയി എന്നുള്ള. അന്ന് ഭർത്താവ് നല്ലതായിരിക്കാം, അല്ലെങ്കിൽ അവർ തമ്മിൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ അമ്മേനെ കളയാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരുടെ മനസ്സ് തന്നെ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പോസിറ്റീവ് രീതിയിലല്ല, നെഗറ്റീവ് രീതിയിൽ മനസ്സത് സൈക്കോളജിക്കലിൽ നിന്ന് മാറ്റി സൊമാറ്റിക് ആയിട്ട് മാറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എപ്പോഴൊക്കെ ഇവർ തമ്മിലുള്ള ഇറിറ്റേഷൻ വരുന്നു, അപ്പോൾ ഇവർക്ക് ചൊറിച്ചിലായിട്ട് വരും. ചിലപ്പോൾ കാലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ഇവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കൈ ആയിരിക്കാം, അല്ലെങ്കിൽ സ്കിന്നിന്റെ പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പൊ ഇവർക്ക് തോന്നുക ഇത് ചൊറിച്ചിലാണ്, അല്ലെങ്കിൽ ആ ചൊറിച്ചിലിന് നമ്മൾ വേറെ സ്കിൻ ഡോക്ടറിലേക്കാണ്. പക്ഷെ ഇതിന് സൈക്കോളജിക്കൽ കണക്ഷൻ ഉണ്ട്. ചില കേസുകളിൽ ഇത് നമുക്ക് ഹിസ്റ്റീരിക്കുള്ള അങ്ങനെയുള്ള ട്രൈറ്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് വേറെ കണ്ണ് കാണാണ്ടാവാം. അപ്പൊ അത്ര എക്സ്ട്രീം വരെ പോവാം. അപ്പോൾ നമ്മളെ അടുത്തൊക്കെ വരുമ്പോ കണ്ണ് കാണാതെ നമ്മുടെ റൂമിലേക്ക് കയറി വന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് ഹിസ്റ്ററി ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റി കഴിഞ്ഞു ഇതാണ് പ്രശ്നം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക്. അപ്പൊ അവരത് പിന്നെ ഓട്ടോമാറ്റിക്കലി തെറാപ്പീസ് ഒക്കെ ചെയ്യുമ്പോൾ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ സാധനം മാറും. അപ്പൊ സൈക്കോളജിക്കൽ ഇച്ചിങ് ആണ് ഈ ഒരു ഇതിൽ വരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിമ്മ ആരുമായിട്ട് പ്രശ്നമില്ലായിരുന്നു ഈ പറഞ്ഞ മെന്റലി ഫ്രീ ആയിരിക്കും. നമ്മൾ പറയില്ല അമ്മായിമ്മ ഭയങ്കര ചൊറിച്ചിലാന്ന് പറയും, പക്ഷെ ആ ചൊറിച്ചിൽ വരുന്നത് മരുമോൾക്കാണ്. അത് വരുന്നത് മരുമോൾക്കാണ്. അതാണ് സൈക്കോളജിക്കൽ. ഓക്കെ, എന്തായാലും ഇതുപോലുള്ള അനുഭവങ്ങൾ അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, റിലേറ്റബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യുക. ലെറ്റ്സ് ടൈ അപ്പ്.